കേരളത്തിൽ ഭൂമികുലുക്കം ഉണ്ടാകാൻ പോകുന്നു. തൃശ്ശൂർ, 5 ഇടുക്കി, ഈ 5 ജില്ലകളിൽ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു സംഭവം, നമ്മുടെ കേരളത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ ഇതും കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് കൈമാറിയ ദൈവശബ്ദമാണ്. കേരളത്തിൽ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ കേരളത്തിൽ ഭൂമികുലുക്കം ഉണ്ടാകാൻ പോകുന്നു. കേരളത്തിൽ 4-5 ജില്ലകളിൽ ഭൂമികുലുക്കം അനുഭവപ്പെടും. അത് വലിയ തീവ്രത ഉള്ള കുലുക്കമായിരിക്കത്തില്ല, പക്ഷേ എന്നാലും അതിൻ്റെ കുലുക്കങ്ങൾ ജനം അറിയത്തക്ക വിധത്തിലുള്ള കുലുക്കങ്ങൾ ഉണ്ടാകും. എന്നോട് ദൈവാത്മാവ് ഇടപെട്ട ജില്ലകൾ, ആ ജില്ലകൾ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. 1 നമ്മുടെ ട്രിവാൻഡ്രം, 2 കോഴിക്കോട്, 3 കണ്ണൂർ, 4 തൃശ്ശൂർ, 5 ഇടുക്കി. ഈ 5 ജില്ലകളിൽ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. കേരളത്തിൽ ദൈവജനം പ്രാർത്ഥിക്കുക, അതിൻ്റെ തീവ്രത കുറയട്ടെ. നമ്മുടെ കേരളത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ. ദൈവദാസന്മാർ, ദൈവസഭ ഉണരുക, പ്രാർത്ഥിക്കുക. ഈ പ്രവചന ശബ്ദങ്ങൾ കൈമാറുന്ന ദൈവദാസന്മാരെ എല്ലാം വിധിക്കാനും കുറ്റം പറയാനും കളിയാക്കാനും ഒത്തിരി സഹോദരങ്ങൾ, വൃന്ദങ്ങളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പക്ഷെ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്നവരിലേക്ക് കൈമാറുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ശബ്ദത്തെ ഗൗരവത്തോടെ എടുക്കുക, അതിനെ കാണുക, പ്രാർത്ഥിക്കുക. നീക്കുപോക്ക് കർത്താവ് തരും. തൃശൂർ പീച്ചി ഡാമിന് സമീപം ഭൂചലനം. ഇന്നലെ വൈകിട്ട് 6 മണിക്കുണ്ടായ ഭൂചലനത്തിൽ 4 വീടുകൾക്ക് വിള്ളലുണ്ടായി. തെക്കേക്കുളം, ചെണ്ടമുക്ക് ഭാഗങ്ങളിലാണ് ഭൂചലനമുണ്ടായത്. സൂര്യസജി പ്രദേശത്തെത്തിയിട്ടുണ്ട്. സുപ്രഭാതം സൂര്യസജി. പ്രദേശത്തെത്തി നോക്കുമ്പോൾ ഇന്നലെ വൈകിട്ടുണ്ടായ ഭൂചലനത്തിന്റെ ആഘാതം എത്രത്തോളമുണ്ട്? സുജയ, ഈ 4 വീടുകൾക്കാണ് ഈ വലിയ വിള്ളലുണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പീച്ചി ഈ പള്ളിക്കുന്ന് പ്രദേശത്താണ്. ഇവിടെയാണ് വീടിന് ഇവർ പറയുന്ന ഇന്നലെ ഒരു 6:15 കൂടി വലിയ ശബ്ദത്തോടുകൂടി ഈ ഒരു ശബ്ദത്തോടുകൂടി ഈ ഭൂമിക്ക് ഒരു ചലനം അനുഭവപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. വീടിന്റെ പുറകുവശമാണ് ഈ ഇവിടെ കാണാം. വലിയ രീതിയിലുള്ള വിള്ളലാണ്. അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു സെന്റിമീറ്ററിലധികം വലിപ്പത്തിലൊക്കെ 2 സെന്റിമീറ്റർ വലിപ്പത്തിൽ ഇങ്ങനെ ഈ വിള്ളൽ താഴേക്ക് പോയിട്ടുണ്ട്. കുട്ടികളടക്കം ഈ വീടിന്റെ മുറ്റത്തിരുന്ന് കളിക്കുന്ന സമയത്താണ് ഇങ്ങനെ വലിയ ശബ്ദമുണ്ടാകുകയും ഈ പ്രകമ്പനം ഭൂമിയിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നത്. പിന്നീട് ഇവരെല്ലാവരും വീടിനകത്തേക്ക് ഓടിക്കയറുകയും ചെയ്തു. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ, അതായത് ഈ പ്രദേശത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് പീച്ചി റിസർവയറിനോട് ചേർന്ന പ്രദേശമാണ്, പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശമാണ്. ഇവിടെ മാത്രമല്ല 2 ഇടങ്ങളിലും കൂടി സമാനമായ രീതിയിൽ ഇന്നലെ ഈ ശബ്ദമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രദേശവാസികൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് ഒരു 6-6:15 കൂടിയാണ് ഈ പ്രദേശത്ത് പീച്ചി, പള്ളിക്കുന്ന്, തെക്കേകുളം, ചെണ്ടമുക്ക്, വെലങ്ങന്നൂര് പ്രദേശങ്ങളിൽ ഒരു ഭൂമിക്കടിയിൽ നിന്ന് വലിയ ഒരു ശബ്ദവും ഒരു തരംബശുകയും ഉണ്ടായിട്ടുള്ളത്. ഒരാഴ്ച മുന്നേ ഇതേ സ്ഥിതിയിൽ വെളുപ്പിനുണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതിശക്തമായ രീതിയിലാണ് ഉണ്ടായ. ഈ പ്രദേശങ്ങളിലെ ഒരു 10ലധികം വീടുകൾക്ക് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും വളരെ ആശങ്കയിലാണ്. കാരണം ഏകദേശം ഒരു 300 മീറ്റർ അകലെയാണ് പീച്ചി ഡാമിന്റെ കെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പരിസരവാസികൾ നിരന്തരമായിട്ട് പല പ്രാവശ്യങ്ങളായിട്ട് ഉണ്ടാകുന്ന ഈ ഭൂചലനത്തിന് വളരെ ആശങ്കയിലാണ്. അതിന് ഉടനെ നടപടി ഉണ്ടാവണം, ഭരണകൂടം ഇടപെടണമെന്നാണ് നാട്ടുകാർ. തുടർച്ചയായി ഇത് ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും പഠനം വേണമെന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ ഈ സംഭവം ഉണ്ടായപ്പോൾ, 1 വർഷം മുമ്പ് ഈ വിഷയം ഉണ്ടായപ്പോൾ, അന്ന് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളോട് ഈ സ്ഥലത്ത് വന്ന് ഇതിന്റെ ശാസ്ത്രീയമായ ഒരു പഠനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇവിടെ ഇപ്പോൾ KFRAയിലാണ് നമുക്ക് ഭൂകമ്പം തിരിച്ചറിയാനുള്ള ഒരു സംവിധാനമുള്ളത്. പക്ഷെ അവിടെ ഇപ്പോൾ തകരാറിലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ബന്ധപ്പെട്ടിരുന്നു എന്ന് ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. പക്ഷെ അവിടെ ആ സമയത്ത് ഫോൺ പോലും എടുത്തില്ല, അവിടെ തകരാറാണ്. എന്തായാലും ഈ പ്രദേശത്ത് ജില്ലാ ഭരണകൂടം വളരെ വേഗത്തിൽ എത്തിച്ചേർന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ആശ്വാസ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്നാലും സുജയ, അതാണ് വലിയ ആശങ്കയുണ്ട് ഇവരെ സംബന്ധിച്ചത്. തുടർച്ചയായി ഈ പ്രദേശങ്ങളിൽ ഈ ഭൂചലനം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. ഇതിൽ ഒരു ശാസ്ത്രീയ പഠനമടക്കം വേണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം. സുജയ, തൃശൂർ പീച്ചിയിൽ വീണ്ടും ഭൂമിക്കടിയിൽ നിന്നും ശക്തമായ മുഴക്കം കേട്ടു നാട്ടുകാർ.
ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മുഴക്കം കേട്ടത്. വിവരങ്ങളുമായി ശ്രീമാൻ ചേരുന്നു. ശ്രീത്ത്, അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി ആശങ്കപ്പെടുത്തുന്നതാണ്. നേരത്തെ കേട്ട പ്രകമ്പനത്തിൽ വീടുകൾക്ക് വിള്ളലൊക്കെ ഉണ്ടാകുന്ന കാര്യമൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് നടക്കുന്ന പഠനങ്ങൾ? ശ്രീജിത്ത്. മുൻ മന്ത്രിയും ഒല്ലൂരിലെ MLA കെ രാജന പ്രദേശം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ഈ പറയുന്നത് പോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനുമായടക്കം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചെറിയ 3 റിക്ടർ സ്കെയിലിൽ താഴെയുള്ള ഭൂചലനങ്ങൾ രേഖപ്പെടുത്താറില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ പള്ളിക്കുന്ന് ജണ്ടമുക്ക് അടക്കമുള്ള മേഖലകളിൽ പിച്ചിയുടെ അടുത്ത പ്രദേശങ്ങളാണ്, ഈ ഡാമിന്റെ റിസർവയറിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളാണ്. ഈ മേഖലയിൽ വീണ്ടും മുഴക്കം കേട്ടതായി നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇന്നലത്തേതുപോലെ സമാനമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ തൊട്ടടുത്തടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകമ്പനം ഭൂമിക്കടിയിൽ നിന്ന് അല്ലെങ്കിൽ മുഴക്കം ഉണ്ടാകുന്നത് ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. അധികൃതർ ഈ പ്രദേശം സന്ദർശിക്കുമെന്നാണ് ഇന്നലെ ഒല്ലൂർ MLA പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ജില്ലാ ഭരണകൂടം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. വില്ലേജ് ഓഫീസർ അടക്കമുള്ള സംഘം ഇന്നലെ ആ പ്രദേശത്ത് എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജനങ്ങൾ ആശങ്കയിലാണ്. ആശങ്ക പരിഹരിക്കാൻ ഭരണകൂടം ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഓക്കെ. വീണ്ടും ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം അല്ല മുഴക്കം പോലെ കേട്ടു നാട്ടുകാർ പറഞ്ഞു. അവിടെ പ്രകമ്പനം ഉണ്ടാവുകയും വീടുകളിൽ വിള്ളൽ വീഴുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് പ്രതിഭാസം എന്ന് ഉടനെ കണ്ടെത്തി നാട്ടുകാർക്ക് അറിയാൻ കഴിയട്ടെ.